ഹലോ ഗൈസ്, സദ്യക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല കുറുകിയ സാമ്പാറിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് കുറച്ച് കൊച്ചുള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്, പച്ചക്കറി എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്, 2 വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പരിപ്പ് നല്ലതുപോലെ കഴുകി കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി, കൊച്ചുള്ളി, 2 പച്ചമുളക് കീറിയത്, കുറച്ച് മഞ്ഞൾപ്പൊടി, പരിപ്പ് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് കുക്കർ ഒന്ന് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വേകാനായിട്ടാണ് ഞാൻ കുക്കറിനകത്തോട്ട് ആക്കുന്നത്. പാത്രത്തിൽ വേവിക്കുന്നവരാണെങ്കിൽ സെയിം മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ഇനി ഈ വെന്ത് വന്നിരിക്കുന്ന പരിപ്പിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറി ചേർത്ത് കൊടുക്കാം. പച്ചക്കറി വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് കുക്കർ ഒന്ന് അടച്ചു വെച്ച് 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പച്ചക്കറിയെല്ലാം ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുടെ നിറമെല്ലാം ഒന്ന് മാറി നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് പൊട്ടിച്ച് ഉലുവ ചേർത്ത് കൊടുത്ത് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പാക്കറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വീട്ടിൽ പൊടിപ്പിച്ചതാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പച്ചക്കറിയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം സാമ്പാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. കട്ടക്കായമാണ് ചേർക്കുന്നതെങ്കിൽ പച്ചക്കറി വേകുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. നല്ല കുറുകിയ സാമ്പാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. അത്രയേ ഉള്ളൂ. ടാറ്റാ.